G7 രാഷ്ട്രത്തലവന്മാരുടെ ത്രിദിന ഉച്ചകോടി ഇന്നലെ കാനഡയിലെ ആൽബർട്ട പ്രവിശ്യയിലെ വിദൂര പട്ടണമായ കാനനാസ്കിസിൽ ആരംഭിച്ചു. കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, US എന്നീ അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഉക്രൈൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, മെക്സിക്കോ, UAE എന്നീ രാഷ്ട്രങ്ങളുടെ നേതാക്കളും ഉച്ചകോടിയിലേക്ക് ക്ഷണിതാക്കളാണ്. G7 രാഷ്ട്രങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂല്യം 47.33 ലക്ഷം കോടി ഡോളറാണ്. അവർ ലോക ജനസംഖ്യയുടെ കേവലം 10% പ്രതിനിധാനം ചെയ്യുന്നത്. 2023 ആഗോള GDP 106.17 ലക്ഷം കോടി ഡോളർ ആയിരിക്കെയാണ് ഇതെന്നത് ശ്രദ്ധേയമാണ്. 1975 G7 ഉച്ചകോടിയുടെ ആരംഭം. 1998 റഷ്യ കൂടി ചേർന്നതോടെ അത് G8 മാറിയെങ്കിലും ക്രിമിയ അധിനിവേശത്തിന്റെ പേരിൽ 2014 അവർ പുറത്തായതോടെ സംഘടന വീണ്ടും G7 മാറി. ലോകത്തെ അതിസമ്പന്ന രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക, വാണിജ്യ, രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ഭൂരിപക്ഷം രാഷ്ട്രങ്ങളുടെയും ജനതയുടെയും മേൽ തങ്ങളുടെ അധീശത്വം ചോദ്യം ചെയ്യപ്പെടാതെ ഉറപ്പിച്ചു നിർത്തുകയുമായിരുന്നു മുഖ്യ സ്ഥാപക ലക്ഷ്യം. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ലോക സമ്പദ്ഘടനയെയും വാണിജ്യ ബന്ധങ്ങളെയും രാഷ്ട്രീയ ഗതിവിഗതികളെയും തങ്ങളുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്കനുസരിച്ച് സ്വാധീനിക്കുന്നതിൽ അവർ വലിയൊരളവ് വിജയിച്ചുവെന്ന് തന്നെ പറയാം. സ്വതന്ത്ര വിപണിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ നവ ഉദാരീകരണ നയങ്ങളാണ് അവരെ കൂട്ടിയോജിപ്പിച്ചിരുന്ന മുഖ്യ ഘടകം. എന്നാൽ നവ ഉദാരീകരണം മുന്നോട്ട് വെച്ച ആശയങ്ങളും സംവിധാനങ്ങളും തന്ത്രങ്ങളും ലക്ഷ്യം കൈവരിക്കാനും ആഗോള മൂലധനത്തെ പ്രതിസന്ധികളിൽ നിന്നും പ്രതിരോധിക്കാനും പര്യാപ്തമല്ലെന്ന് അരനൂറ്റാണ്ടിന്റെ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതോടെ ആ ആശയതന്ത്ര സംവിധാന ചട്ടക്കൂടുകളുടെ നിറം മങ്ങിയിരിക്കുന്നു. അത് ആഗോള മൂലധന ശക്തികളുടെ ഐക്യം ശിഥിലമാക്കുന്നതിനും അതിന്റെ സ്ഥാനത്ത് അവിശ്വാസത്തിന്റെയും കിടമത്സരത്തിന്റെയും അന്തരീക്ഷം വളർന്നു വരുന്നതിനുമാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കാനനാസ്കിസ് ഉച്ചകോടിയിൽ നിന്നും ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാവില്ലെന്നുള്ള സൂചന ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പുതുമയൊന്നുമില്ലെങ്കിലും ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഇസ്രായേൽ പലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തിവരുന്ന ഉന്മൂലന യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമസ്ത ലോകരാഷ്ട്രങ്ങൾക്കുമെതിരെ തുടങ്ങി വെച്ചിരിക്കുന്ന വ്യാപാര യുദ്ധം, ട്രംപ് കാനഡയ്ക്കും ഗ്രീൻലൻഡിനുമെതിരെ ഉയർത്തുന്ന അധിനിവേശ ഭീഷണി തുടങ്ങി ലോകത്തെ അസ്വസ്ഥമാക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ മൂലധന ശക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ അഭിപ്രായ ഭിന്നതയെയും അനൈക്യത്തെയുമാണ് തുറന്നു കാട്ടുന്നത്. ഇറാന്റെ ആണവായുധ പദ്ധതികളെ സംബന്ധിച്ച US-ഉമായുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ ഇസ്രായേൽ ഇറാനു നേരെ നടത്തിയ കടന്നാക്രമണത്തിൽ US-നുള്ള പങ്ക് പശ്ചിമേഷ്യയെ യുദ്ധത്തിന്റെ കരിനിഴലിലാക്കിയിട്ടുണ്ട്. അത് ലോകത്തെയാകെ രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും ആഴമേറിയ സാമ്പത്തിക കുഴപ്പത്തിലേക്കും നയിക്കുമെന്ന വ്യാപകമായ ആശങ്ക നിലനിൽക്കുന്നു. റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ ട്രംപിന്റെ നിലപാടിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഏറെ അസ്വസ്ഥരാണ്. കാനഡയെയും ഗ്രീൻലൻഡിനെയും US കോളനികളാക്കി മാറ്റുകയെന്ന ട്രംപിന്റെ പ്രഖ്യാപനം യൂറോപ്പിൽ US-നെതിരായ വികാരം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്ന അനിശ്ചിതത്വങ്ങളും ആവലാതികളും. ഉച്ചകോടിയിൽ ഉണ്ടായേക്കാവുന്ന ട്രംപിന്റെ പ്രവചനാതീതമായ നീക്കങ്ങളിലും പ്രകടനത്തിലും അംഗരാജ്യങ്ങളും അതിഥികളും ഒരേപോലെ ആശങ്കാകുലരാണ്. 2018 കാനഡയിൽ നടന്ന ഉച്ചകോടിയിൽ നിന്നും ട്രംപ് ഇറങ്ങിപ്പോയത് ആരും മറന്നിട്ടുമില്ല. ഔപചാരികതയുടെ പേരിലെങ്കിലും ലോക നേതാക്കൾ ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായേക്കില്ലെന്ന ആശങ്കയും നിരീക്ഷകർ പങ്കുവെക്കുന്നു. ഒരു ബഹുകക്ഷി കൂടിയാലോചനയ്ക്കും സമവായത്തിനും പകരം ട്രംപ് ഉഭയകക്ഷി ചർച്ചയ്ക്കും തന്റെ മുട്ടാളത്തെ പ്രകടനത്തിനുമുള്ള വേദിയാക്കി ഉച്ചകോടിയെ മാറ്റിയേക്കുമെന്നും അവർ ഭയപ്പെടുന്നു. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് സിഖ് വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തെ തുടർന്ന് വഷളായ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിന്റെ പേരിൽ ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ക്ഷണമുണ്ടാകില്ലെന്ന ഊഹാപോഹങ്ങൾ പ്രചരിച്ചു വരുന്നു. എന്നാൽ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണെ ഉന്നതമായ നയതന്ത്ര മര്യാദ പാലിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. കാനഡയുമായുള്ള നയതന്ത്ര ബന്ധവും വ്യാപാരവും മെച്ചപ്പെടുത്താൻ ഇന്ത്യക്കായാൽ അതായിരിക്കും ഈ ഉച്ചകോടി കൊണ്ട് രാജ്യത്തിനുണ്ടാവുന്ന സുപ്രധാന നേട്ടം. ഏറെ ആശങ്കാകുലമായ പശ്ചിമേഷ്യൻ വിഷയത്തിൽ മോഡി ഭരണകൂടം ഇസ്രായേലിനും US-നും ഒപ്പമാണെന്നത് അപലപനീയമെങ്കിലും അനിഷേധ്യ യാഥാർത്ഥ്യമാണ്. അത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന പരിവർത്തനത്തിലൂടെ മാത്രമേ പരിഹൃതമാകൂ. എന്നാൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ നടത്തിയ ഇടപെടലിനെ പറ്റി ഇന്നലെയും ട്രംപ് പരസ്യ പ്രസ്താവനയ്ക്ക് മുതിരുകയുണ്ടായി.
ആ അവകാശവാദത്തിന്റെ പിന്നിലെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ ഇന്ത്യൻ ജനതയ്ക്ക് അവകാശമുണ്ട്. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ട്രംപിനെ കണ്ട് കരടി ആലിംഗനത്തിൽ കൂടിക്കാഴ്ച ഒതുക്കാതെ വസ്തുതകൾ വെളിപ്പെടുത്താനും 146 കോടി പൗരന്മാരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും പ്രധാനമന്ത്രി തയ്യാറാവണം.